ഡയബറ്റിസ് വിത്ത് കാർപ്പൽ ടണൽ സിൻഡ്രോം ഒരു ഡേഞ്ചറസ് കോംബോ ആണ്. ഡയബറ്റിസ് ഉള്ളവർക്ക് കയ്യിൽ പെരുപ്പ് വരുന്നതിന്റെ പ്രധാന കാരണം ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളതാണ്. എന്നാൽ 20% ആൾക്കാർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോമും ആകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്കും കാർപ്പൽ ടണൽ സിൻഡ്രോം വരാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ് കൂടുതൽ? അതിന് കുറെ മെക്കാനിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് കാരണമാണ്. ഒന്ന്, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് വെച്ചാൽ ഷുഗർ വളരെയധികം കൂടുതലാണ് എങ്കിൽ നമുക്ക് ആക്സോണൽ ഡിസ്ട്രപ്ഷൻ, ഈ ഞരമ്പിനകത്തുകൂടെ നമ്മൾ സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ബ്ലോക്കേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ശരീരത്തിൽ. അതിന് റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ നെർവിന് ഡാമേജ് വരാനായിട്ടുള്ള. 3, ഷുഗർ ഉള്ള ആൾക്കാർക്ക് നെർവ് എഡീമ എന്ന് പറയുന്ന ഉണ്ടാകും. എന്ന് വെച്ചാൽ ഞരമ്പിന് ചുറ്റും നീര് വെക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും കാർപ്പൽ ടണൽ സിൻഡ്രോമിന് കാരണമാകും. അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം വളരെ നേരത്തെ തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2, അതിന്റെ സിംറ്റംസിന്റെ സിവിയറിറ്റി സാധാരണ ആൾക്കാരെക്കാളും കൂടുതലായിരിക്കും. 3, നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുത്താലും ഈവൻ സർജറി ചെയ്താലും ആ തരിപ്പ് മാറാനായിട്ട് സമയം കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കൃത്യമായ സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് പേഷ്യൻസിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം. ഡയബറ്റിക് പേഷ്യൻസിന് പല കാരണങ്ങൾ കൊണ്ട് കയ്യിൽ മരവിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് കാർപ്പൽ ടണലിന്റെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിക്കുക.